Hello, welcome back to Learnino. So KTU BTech 2024 scheme സ്റ്റുഡൻസിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തേത്, അതായത് ചാലഞ്ച് കോഴ്സിനെ കുറിച്ച്. അപ്പോൾ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചാലഞ്ച് കോഴ്സ് എന്താണെന്നും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും പറയണം എന്നുള്ളത്. അപ്പോൾ ഈ 2024 സ്കീം സ്റ്റുഡൻസിന് ഒരു പ്രയർ ലേണിംഗ് അസസ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചലഞ്ച് കോഴ്സ് അല്ലെങ്കിൽ ചലഞ്ച് എക്സാം നടത്തുന്നത്. വിച്ച് മീൻസ് സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ലോവർ സെമിസ്റ്ററിൽ ഹയർ സെമിസ്റ്ററിലുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിച്ച് നമുക്കത് നേരത്തെ പരീക്ഷ എഴുതാം. അത്രേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ അതിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കോഴ്സസ് ഉണ്ടാവും. അത് ഹയർ സെമിസ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ടതായിരിക്കും. അത് ലോവർ സെമിസ്റ്ററിൽ തന്നെ നമുക്കത് എടുത്ത് പഠിച്ച് എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ട് എക്സാം എഴുതാനായിട്ട് സാധിക്കും. അതാണ് ചാലഞ്ച് കോഴ്സ് അല്ലെങ്കിൽ ചാലഞ്ച് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എത്ര രജിസ്റ്റർ ചെയ്യാനുള്ള ലിമിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം 20 ക്രെഡിറ്റ്സ് വരെയാണ് നമുക്ക് ഇതുപോലെ ചാലഞ്ച് കോഴ്സ് എടുത്ത് പഠിക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ അതിന് എക്സാം രജിസ്ട്രേഷൻ വിളിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അതിനൊരു ഡേറ്റും ഷെഡ്യൂളും ഒക്കെ ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് പോയി എക്സാം എഴുതണം. അപ്പൊ ഇപ്പൊ നമുക്ക് ജനുവരി 15-ന് ഇപ്പൊ S1 വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ അത് ചെയ്യാം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു സബ്ജക്ട് ഇപ്പൊ നമ്മൾ ഹയർ സെമിസ്റ്ററിലാണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ സബ്ജക്ട് എടുക്കുന്ന സമയത്ത് അത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ പഠിച്ച് നമ്മൾ എഴുതേണ്ടി വരും. പിന്നെ ഇതില് നമുക്ക് CE ഉണ്ടാവില്ല, അത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ അല്ലെങ്കിൽ ഇന്റേണൽ ഇവാലുവേഷൻ ഇതിൽ ഉണ്ടാവില്ല. നമ്മളെ എൻഡ് സെമിസ്റ്റർ എക്സാമിന്റെ മാർക്ക് മാത്രമായിരിക്കും ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അതില് നമുക്ക് ഒരു മിനിമം ക്രൈറ്റീരിയ ഉണ്ട്, മിനിമം ഗ്രേഡ് ഓഫ് C എങ്കിലും അതിൽ കിട്ടിയിരിക്കുകയും വേണം. ഓക്കെ, അതാണ് അതില് പ്രത്യേകത. ഇനിയിപ്പോ നമ്മൾ ഹയർ സെമിസ്റ്ററിലേക്ക് പോകുമ്പോൾ ഈ എക്സാമിന്റെ റിസൾട്ട് വന്നിട്ടില്ല, അല്ലെങ്കിൽ നമുക്കിപ്പോ അത് കിട്ടിയില്ല എന്ന് വിചാരിക്കാം. നമ്മൾ എക്സാം എഴുതി കിട്ടിയില്ലെങ്കിൽ നമുക്ക് വീണ്ടും ഈ സാധാരണ എക്സാം എഴുതുന്ന പോലെ സപ്ലി എക്സാമോ അങ്ങനെയൊന്നും ഇതിനകത്ത് ഉണ്ടാവില്ല. നമുക്ക് ഒരു അറ്റംപ്റ്റിൽ കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. ഇല്ലെങ്കിൽ നമ്മൾ ഹയർ സെമിസ്റ്ററിൽ നമ്മൾ നോർമലി പഠിക്കുന്നത് പോലെ തന്നെ ആ പരീക്ഷ എഴുതിയെടുക്കുകയും ചെയ്യണം. ഓക്കെ, അല്ലാതെ നമുക്കൊരു റീടേക്ക് പോളിസിയോ ഒന്നും തന്നെ അതിനകത്ത് ഉണ്ടാവില്ല. നമ്മൾ മിനിമം പാസ് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് കിട്ടും, ഇല്ലെങ്കിൽ നമ്മൾ നോർമലി ഹയർ സെമിസ്റ്ററിൽ ആ സബ്ജക്ട് പഠിച്ച് അല്ലെങ്കിൽ ആ കോഴ്സ് പഠിക്കുന്നത് പോലെ തന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടി വരും. ഇതിനകത്ത് നമുക്ക് ഗ്രേസ് മാർക്ക് കാര്യങ്ങളൊന്നും ഇതുപോലെ നമ്മൾ ചലഞ്ച് കോഴ്സിൽ അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുകയില്ല. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ നമുക്കത് എഴുതാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഫെയിൽ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു റീ എക്സാമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ചലഞ്ച് കോഴ്സിന് ഉണ്ടാവുകയില്ല. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ നമുക്ക് ചലഞ്ച് കോഴ്സ്, കാരണം നേരത്തെ ഹയർ സെമിസ്റ്ററിൽ അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഹയർ സെമിസ്റ്ററിലുള്ള ഒരു കോഴ്സ് അല്ലെങ്കിൽ സബ്ജക്ട് നമ്മൾ എടുത്ത് നേരത്തെ എക്സാം എഴുതി കഴിഞ്ഞാൽ ആ ടൈമിൽ നമുക്ക് ഫ്രീ ആവാം. അതായത് ഇപ്പോൾ ഹയർ സെമിസ്റ്ററിൽ നമുക്ക് ഇനി കൂടുതൽ നമ്മളുടെ പ്രോജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടോ ഇന്റേൺഷിപ്പോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഉള്ളവർക്ക് ലോവർ സെമിസ്റ്ററിൽ തന്നെ കൂടുതൽ എഫേർട്ട് എടുത്തിട്ട് ആ കോഴ്സ് പഠിക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പൊ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും അതേപോലെ തന്നെ സബ്ജക്ട് നേരത്തെ പഠിക്കാം എന്നൊക്കെ ഉള്ളവർക്ക് ആണ് ഈ ഒരു ഇത് എടുക്കേണ്ടത്. പക്ഷെ നമ്മൾ അതിനനുസരിച്ച് തന്നെ അതിലെ എഫേർട്ട് എടുക്കുക വേണം. പിന്നെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ നമുക്ക് അതിനകത്ത് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എക്സാം മാത്രം എഴുതിയിട്ട് അത് പാസ്സായാൽ മതി. അത് മിനിമം നമുക്ക് C ഗ്രേഡ് എങ്കിലും വന്നാൽ മതി. അപ്പൊ ഇതാണ് ചലഞ്ച് കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇപ്പം രജിസ്റ്റർ ചെയ്യണം എന്നുള്ളവർക്ക് ജനുവരി 15th ആണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അത് നീട്ടി കിട്ടില്ല എന്നുള്ള രീതിയിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. ഇനി ബാക്കിയുള്ള S2 ക്ലാസ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി അടുത്ത ഓരോരോ വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. മറക്കണ്ട, നമുക്ക് ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, എസ്പെഷ്യലി 2024 സ്കീം സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ ഇടാം. അപ്പൊ നമ്മൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലും ഷെയർ ചെയ്യുന്നുണ്ട്. ഒപ്പം നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലൂടെയും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. താങ്ക് യു.